ഹലോ, നമുക്കിതൊരു വീനക്ക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീനക്ക് തയ്ക്കുമ്പോൾ എല്ലാവരുടെയും ഒരു സംശയമാണ്. ചിലപ്പോൾ നമുക്കത് ഒതുങ്ങിപ്പോകും, ചിലപ്പോൾ നമ്മൾ വൈഡാക്കി വരയ്ക്കുമ്പോൾ ഷോൾഡറിൽ നിന്ന് ഇറങ്ങിപ്പോകും. എന്താണ് മിസ്റ്റേക്ക് വരാനുള്ള കാരണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്കൊരു ക്യാൻവാസിൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 7 ഇഞ്ച് താഴേക്ക് ഇറക്കം വെച്ചിട്ടുണ്ട്, 3 ഇഞ്ച് വിട്ടും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ലെവലിൽ വരച്ച് കൊടുക്കാം. സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണേ, കൃത്യമായിട്ട് വരച്ചെടുക്കണം. 3 ഇഞ്ചായിട്ട് അടയാളപ്പെടുത്തി തന്നെ വരയ്ക്കണം. നമുക്കത് വൈഡാക്കി എടുക്കാം, കാരണം നമ്മൾ ഒരുപാട് ഷോൾഡറിൽ വൈഡാക്കുമ്പോൾ ഷോൾഡറിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇതാകുമ്പം ഞാൻ പറയുന്ന പോലെ ചെയ്താൽ ഷോൾഡറിൽ നിന്ന് ഇറങ്ങിപ്പോത്തുമില്ല, നമുക്ക് വൈഡായിട്ട് നെക്ക് കിട്ടുകയും ചെയ്യും. എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മളങ്ങനെ വരച്ചിട്ട് ശേഷം നമുക്കിനി 1/2 ഇഞ്ച് മീനിൽ തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം വരയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ആ ഷോൾഡറിൻ്റെ ഭാഗം രണ്ട് പുറയിലേതും ഫ്രണ്ടിലേതും വ്യത്യാസമായി പോകും. അതുകൊണ്ടാണ് അങ്ങനെ 1/2 ഇഞ്ച് ഇട്ടതിന് ശേഷം കോണോട് കോണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പം വീഡിയോ എടുത്തപ്പോൾ അത് കാണാതായിപ്പോയി, സാരില്ല, മേലോട്ട് കാണിച്ചു തരാം. അതങ്ങനെ വരച്ചതിന് ശേഷം കണ്ടോ, കോണോട് കോണ് മേളിൽ നിന്ന് താഴോട്ട് കോണായിട്ട് വരയ്ക്കണം. ഇനിയാണ് നമ്മൾ ആ കോണ് വരച്ചതിൻ്റെ ആ ചരിച്ച് വരച്ച ലൈനിൻ്റെ ഹാഫ് എത്രയാണെന്ന് നോക്കണം. അത് കറക്റ്റായിട്ട് കണക്ക് കൂട്ടാൻ പറ്റാത്തത് ഇങ്ങനെ ടേപ്പ് ഒന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആ പോയിൻ്റ് കിട്ടും. കണ്ടോ, ആ പോയിൻറ്റിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. എനിക്ക് 3.6 തോന്നുന്നു കിട്ടിയേക്കുന്നത്. ആ 3.6 ഞാനിവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് നമുക്കൊരു 1/2 ഇഞ്ച് കണ്ട സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് 1/2 ഇഞ്ച് അങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്ത് ഞാൻ താഴത്തേക്ക് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മേലിൽ 1/2 ഇഞ്ച്, താഴോട്ട് 7 ഇഞ്ച്, മൊത്തത്തിൽ വൈഡ് 3 ഇഞ്ച്. ആ 1/2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിലോട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. നമ്മൾ ടക്കൊക്കെ അടിക്കാൻ നേരത്ത് നമ്മൾ വരച്ച് കൊടുക്കത്തില്ലേ, അതുപോലെ നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ ബാക്കിൽ ടക്ക് അടിക്കാൻ നേരത്ത് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നത്, അതുപോലെ നമുക്കിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. ഞാൻ ചോക്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. കണ്ടോ, അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ലൈനിൽ കൂടെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്കിനി അത് കട്ട് ചെയ്തെടുക്കാം. നല്ലതുപോലെ ആദ്യം ഞാൻ പുറകിൽ നിന്ന് വേസ്റ്റ് പീസിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിനി ഞാൻ വരച്ച വരയിലൂടെ നോക്കി ആ മേലിൽ നമ്മൾ തയ്യൽ തുമ്പിൻ്റെ അവിടെ ഒരു വര വരച്ചിട്ടേക്കുന്നില്ലേ, ആ വരയിൽ കൂടെ വേണം കട്ട് ചെയ്തെടുക്കാൻ. നല്ലപോലെ അത് കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ, അപ്പം നമുക്ക് വിരിച്ചിട്ട് നോക്കുമ്പോൾ കണ്ടോ വൈഡായിട്ട് നെക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിങ്ങനെയാണ് വൈഡായിട്ട് കിട്ടുന്നത്. ഞാനിപ്പം മറ്റേ പീസ് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മളല്ലാതെ മറ്റേ രീതിയിൽ വെട്ടുകയായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ കഴുത്ത് വരുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതപ്പോൾ കഴുത്തങ്ങ് ഒതുങ്ങിപ്പോവും. ഇതേണ്ടേ, കണ്ടോ, ഈ വൈഡേ നമുക്ക് കിട്ടത്തുള്ളായിരുന്നു. മറ്റേതാകുമ്പോൾ നല്ല വൈഡിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് മാറ്റം. ഇനി നമുക്ക് അതൊരു ലൈനിങ് പീസിലേക്ക് നമുക്ക് തേച്ചൊട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കട്ട് പീസിൽ കാണിച്ചു തരികയാണ്. പിന്നെ നമുക്ക് ലൈനിങ് പീസിലേക്ക് അത് പശയുള്ള വശം ലൈനിങ് പീസിനോട് ചേർന്ന് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമുക്കതൊന്ന് തേച്ചൊട്ടിച്ചെടുക്കാം. തേപ്പൊട്ടിയും ഒരുപാട് ചൂടാക്കരുത് കേട്ടോ. ചൂടാക്കി കഴിയുമ്പോൾ ക്യാൻവാസ് ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് വരത്തില്ല. ചെറിയ ചൂടിൽ തേച്ചെടുക്കുക. നല്ല രീതിയിൽ അത് തേച്ച് കറക്റ്റായിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കട്ട് പീസിലായതുകൊണ്ടാണ് ലെവലൊന്നും പിടിക്കാതെ അങ്ങ് തേക്കുന്നത്. നമുക്ക് കട്ട് ചെയ്ത് ഇട്ടാൽ മതി. ഒറിജിനൽ പീസ് നമ്മൾ ശ്രദ്ധിച്ചൊക്കെ വേണേൽ ചെയ്യാൻ. ഞാനിങ്ങനെ തേച്ച് വൃത്തിയായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അരികു ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. തേച്ചൊട്ടിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ അരികു ഭാഗമെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. നല്ലതുപോലെ എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുക്കുക. അത് നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണേ. ആ ഭാഗം നമുക്ക് ക്യാൻവാസിലോട്ട് അങ്ങ് മടക്കി തയ്ക്കാൻ പറ്റും. അത് നമുക്ക് തയ്ച്ചെടുക്കാം. നല്ലപോലെ എല്ലാ ഭാഗവും, മേലത്തെ ഭാഗം നല്ലപോലെ ലെവൽ ചെയ്ത് കട്ട് ചെയ്യണം. അത് കഴുത്തിൻ്റെ ഭാഗമാണ്. മറ്റേ സൈഡെല്ലാം നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ്. അങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിനി ഒറിജിനൽ പീസുമായിട്ട് ചേർത്തെടുക്കാം. നമുക്ക് കണ്ടോ, ഞാൻ വീഡിയോ കാണിക്കുന്നത് അങ്ങനെയാണ് മടക്കി അടിക്കുന്നത്. നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം. ആദ്യം നമുക്ക് അരികു ഭാഗമെല്ലാം ഒന്ന് ക്യാൻവാസിനോട് ചേർത്ത് അടിച്ചെടുക്കാൻ ചെയ്യുന്നത്. അതിൻ്റെ തുമ്പത്തോട് അടിക്കണം കേട്ടോ, അരികു ചേർത്തടിക്കണം, കയറ്റി അടിക്കരുത്. അരികു ചേർത്തടിച്ച് കോൺ ഭാഗം വരുമ്പോൾ നമ്മളതുപോലെ മടക്കി കൊടുത്ത് നല്ലതുപോലെ ആ തുമ്പത്തോട് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ബാക്കി വരുന്ന തയ്യൽ തുമ്പ് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. നല്ലതുപോലെ ഷേപ്പിൽ അത് അടിച്ചതിന് ശേഷം നമുക്കിനി ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. വീഡിയോ ഉപകാരപ്രദമാകുന്നെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി നല്ല പീസുമായിട്ട് വെച്ച് അടിച്ചെടുക്കണം. നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കണേ, കാരണം അത് സ്റ്റിച്ചിലേക്ക് കൊള്ളരുത്, കഴുത്തിലേക്കും ക്യാൻവാസിലേക്കും കൊണ്ട് കയറിപ്പോകരുത്. നല്ലപോലെ ശ്രദ്ധിച്ചത് വെട്ടിയെടുത്തതിന് ശേഷം നമുക്കിനി അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ പിടിച്ച് നോക്കണം, രണ്ട് സൈഡ് ഒരുപോലെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഒറിജിനൽ പീസുമായിട്ട് അടിച്ചെടുക്കാം. നല്ലപോലെ രണ്ട് സൈഡ് ഒരുപോലെയാണെന്ന് നോക്കുക. നോക്കിയിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒറിജിനൽ പീസ് എടുക്കാം. ഒറിജിനൽ പീസ് എടുത്ത് നിവർത്തിയിട്ടിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റും, അതായത് ഒറിജിനൽ പീസിൻ്റെ സെൻറ്റർ പോയിൻറ്റും നമ്മുടെ ലൈനിങ്ങിൻ്റെ നമ്മളിപ്പോൾ അടിച്ച് വെച്ചേക്കുന്ന സെൻറ്റർ പോയിൻറ്റും ഒരുപോലെ വെച്ചതിന് ശേഷം
നമുക്കത് കറക്റ്റ് സെൻറ്റർ ഭാഗം ഒന്ന് നല്ല രീതിയിൽ താഴേക്ക് സെൻറ്ററുമായിട്ട് അടിച്ചു കൊടുക്കണം. മേളിൽ നിന്ന് താഴോട്ട് ആ കോണ് വരുന്നിടം വരെ നമ്മൾ അടിച്ചെടുക്കണം. കോണ് വരുന്നിടം വരെ അടിക്കാവുള്ളേ, താഴോട്ട് പോകരുത്. കറക്റ്റായിട്ട് അങ്ങനെ അടിച്ചതിന് ശേഷം ഒരു സൈഡ് നമുക്ക് അങ്ങോട്ട് അടിച്ച് മാറ്റാം. കണ്ടോ, വീഡിയോ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്യണം. അപ്പം കഴുത്തൊട്ടും ചരിഞ്ഞ് പോകത്തില്ല, നല്ല പെർഫെക്റ്റായിട്ട് കഴുത്ത് കിട്ടും. ഞാൻ അടിച്ച് ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗം നമ്മൾ ഇട്ടേക്കുന്നില്ലേ, അവിടെ നേരെ അടിക്കണം. ബാക്കി ഭാഗം ചരിച്ചു പിടിച്ച് അവിടെ നേരെ അടിക്കണം. ഇനി നമുക്ക് അപ്പുറത്തെ വശവും അതുപോലെ തന്നെ അടിച്ചെടുക്കാം. നൂല് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ കോണിൻ്റെ അവിടെ വെച്ചിട്ട് സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് കണ്ടോ അവിടെ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അവിടെ ചെറുതായിട്ട് ഞാനൊരു കെട്ട് കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് വേണം. ഒരുപാട് കെട്ടൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് ആ കോൺ ഭാഗം കട്ട് ചെയ്യുമ്പോൾ റെഡിയായിട്ട് വരത്തില്ല. ഇനി അതുപോലെ തന്നെ ഇപ്പുറത്ത് പറഞ്ഞതുപോലെ തയ്യൽ തുമ്പിൻ്റെ ഭാഗം നേരെ അടിക്കുക. നേരെ അടിച്ചതിന് ശേഷം നമുക്കിനി അത് കട്ട് ചെയ്ത് മാറ്റാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഒരുപാട് അങ്ങ് തയ്യൽ തുമ്പ് കയറിയും പോകരുത്. എന്നാൽ കുറച്ച് തയ്യൽ തുമ്പ് നിർത്തി തന്നെ വേണം നമുക്കിതിന് കട്ട് ചെയ്ത് മാറ്റാം. നല്ലപോലെ കട്ട് ചെയ്ത് മാറ്റണേ, ശ്രദ്ധിച്ച് സ്റ്റിച്ച് കയറി കൊള്ളരുത്. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി അതിൻ്റെ അരികു വശമൊക്കെ ഒന്ന് അരിഞ്ഞരിഞ്ഞ് കൊടുക്കാം. കോണിൻ്റെ ഭാഗം നല്ല പൊളിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി ഭാഗമൊക്കെ നമുക്കിനി ഓരോ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. രണ്ട് സൈഡും അതുപോലെ തന്നെ ചെയ്യണം. രണ്ട് സൈഡും അങ്ങനെ ഒന്ന് അരിഞ്ഞ് കൊടുത്തതിന് ശേഷം നമുക്കിനി അത് പതിച്ചടിക്കാം. പതിച്ചടിക്കുന്നത് എങ്ങനെയാണെന്നറിയാമല്ലോ. പതിച്ചടിക്കുമ്പോഴത്തേക്ക് ലൈനിങ്ങിൻ്റെ തുമ്പ് നമ്മുടെ ക്യാൻവാസിൻ്റെ വശത്തോട്ട് വരണം. കണ്ടോ, വീഡിയോ ഞാൻ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിടിച്ചിട്ട് നമുക്കൊന്ന് അതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊന്ന് അടിച്ചെടുത്ത് അത് നമ്മുടെ ഒറിജിനൽ പീസിലോട്ട് സ്റ്റിച്ച് കയറരുത്. ക്യാൻവാസിൻ്റെ ആ ലെവലിൽ തന്നെ അടിക്കണം. കോണിൻ്റെ ഭാഗം വരുമ്പോൾ ശ്രദ്ധിച്ച് കറക്റ്റ് കോണായിട്ട് തന്നെ കൊണ്ട് നിർത്തിയിട്ട് വേണേൽ അടിച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ല. കോണിൻ്റെ ഭാഗമൊക്കെ ശ്രദ്ധിച്ച് ലൈനിങ്ങിൻ്റെ തുമ്പ് ക്യാൻവാസിൻ്റെ വശത്തേക്ക് വരത്തക്ക രീതിയിൽ തന്നെ പിടിച്ചിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒറിജിനൽ പീസ് മേളിൽ വരത്തക്ക രീതിയിൽ ക്യാൻവാസ് അകത്തേക്ക് മടക്കിയിട്ട് നമുക്ക് അതിന് മേളിൽ കൂടെ അടിച്ചു കൊടുക്കാം. മേളിൽ കൂടെ ഒരു ലൈൻ അടിക്കുന്നവരുണ്ട്, രണ്ട് ലൈൻ അടിക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത്. ആദ്യം അതിൻ്റെ അരികത്തൂടെ അടിച്ചെടുക്കണം. അരികത്തൂടെ അരികെ ചേർത്ത് വീഡിയോ കാണിച്ചേക്കുന്ന പോലെ നല്ല രീതിയിൽ പിടിച്ചിട്ട് കണ്ട കോൺ ഭാഗം കോണായിട്ട് തന്നെ കിട്ടണം. അങ്ങനെ അവിടെ കൊണ്ട് സൂചി കുത്തി നിർത്തിയിട്ട് മേലോട്ടടിക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്തൂടെ ഒരു പ്രഷർ ഫൂട്ടിൻ്റെ വീതിയിൽ തന്നെ അടിച്ചെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോഴേ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരടിയും കൂടെ ഒരു വശത്തും കൂടെ പ്രഷർ ഫൂട്ടിൻ്റെ വീതിയിൽ നമുക്ക് താഴേക്ക് അടിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാം. നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ നെക്ക് എങ്ങനെ ഉണ്ടെന്ന്. വിരിച്ചിട്ട് നോക്കുമ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ വൈഡായിട്ടുണ്ട്, ലെവലിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.